ഇവിടെ ഈ ഷോറൂമുള്ളതിൽ ഏറ്റവും ചെറിയ വണ്ടി ടാറ്റ എയ്സ് സിപ്പാണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2012 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണ്? ലോഡിംഗ് കപ്പാസിറ്റി നമുക്ക് ബുക്കിൽ വരുന്നത് എന്താ പറയുക 1500 അടുത്തേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇത് 4.5 ടൺ 5 ടൺ വരെ ഈ വണ്ടി വലിച്ചു പോകും. ഇത് വലിയ വണ്ടി തന്നെയാണ്. ടാറ്റ കുറ്റി ഉള്ള വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നിൽക്കണ കടപിടിക്കുന്ന വണ്ടി തന്നെ. അത് ഇത് 2022 മോഡൽ വണ്ടിയാണ്. ഓക്കെ, വണ്ടി വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ ആകെ 10,000 ഓടിയിട്ടുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്ഥിരം കാറുകൾ മാറ്റി പിടിച്ചിരിക്കുകയാണെന്ന് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ്. നമ്മൾ ഇടയ്ക്ക് കാണിക്കാറുണ്ട്. കോഴിക്കോടുള്ള ക്യാപ്സിൻ്റെ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. സുഷിനെ സ്വാഗതം. നമസ്കാരം. നമ്മളിപ്പോൾ കുറേ അല്ലേ വീഡിയോ ഒരു 4-5 മാസം ചെയ്തിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ റെസ്പോൺസ്? നല്ല റെസ്പോൺസാണ്. അതായത് ടീം ടെക്കിൻ്റെതും അതേമാതിരി നമ്മുടെ കസ്റ്റമേഴ്സും ഒക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. അതേപോലെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഇപ്പോഴും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോഴും വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അന്ന് ചെയ്ത വീഡിയോസ് ഞാൻ ഇപ്പോഴും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ റെസ്പോൺസ് നമുക്ക് മനസ്സിലാക്കാം. ആളുകളുടെ കമൻസ് ഉണ്ടായിരുന്നു, വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണം എന്നുള്ള കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, എല്ലാ സെഗ്മെൻറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ലഭിക്കുന്നുണ്ട്. വലുതില്ലാന്ന് തോന്നുന്നു അല്ലേ? ലോറി ആ ടൈപ്പ് ഇല്ല. ലോറി ടൈപ്പിൽ ഉണ്ടാവാറുണ്ട്. അത് നമ്മളിവിടെ വെക്കാനുള്ള സ്ഥലമില്ലാത്ത പരിമിതി ഇല്ലാത്തതിനെ കൊണ്ട് നമ്മുടെ വണ്ടികൾ ഷോറൂം ഇവരെ തന്നെ മഞ്ചേരി ടാറ്റയുടെ ഓതറൈസ്ഡ് ഷോറൂം ഉണ്ട്. മഞ്ചേരി ഉണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡ് ഉണ്ട്, കോഴിക്കോടും ഉണ്ട്. കൊമേഴ്ഷ്യലിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമാണ്. അത് മാത്രമല്ല ഇവിടുന്ന് കൊടുക്കുന്ന പല വണ്ടികൾക്കും വാറണ്ടി, കൊമേഴ്ഷ്യൽ വണ്ടികൾക്ക് കമ്പനി വാറണ്ടിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ ആരും ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് നമുക്ക് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസം വരെ നമ്മൾ എഞ്ചിന് ഫുൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സെഗ്മെൻറ്റ് വേണമെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കണ്ടുപോകാം. ഈ ഒരു ഷോറൂം വരുന്നത് കോഴിക്കോട് ഫറൂഖ് പേട്ടൊക്കെ അടുത്തായിട്ടല്ല? അല്ല, കുണ്ടായിത്തോട്. ഫറൂഖ് എത്തണ്ടല്ലേ? കുണ്ടായിത്തോട്, കോഴിക്കോട് നിന്ന് രാമനാട്ട് വരെ പോകുന്ന റൂട്ടല്ല? ഓക്കെ, കുണ്ടായിത്തോടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാ സെഗ്മെൻറ്റും ഉണ്ടാവും. അപ്പോൾ കൊമേഴ്ഷ്യൽ വേണ്ട ആൾക്കാർ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സെഗ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോരുത് അല്ലേ? അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ടാറ്റയുടെ ഇൻട്രയിൽ തുടങ്ങാം. KL 7 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. V50 ആണ് അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2024 മോഡൽ E50 ആണ്. ഓക്കെ, വെറും 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 24 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. AC വണ്ടിയാണ്. AC വരുന്ന വണ്ടിയാണല്ലേ? ഓക്കെ, വണ്ടി വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന്റെ ലോഡ് കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണ്? ലോഡിംഗ് കപ്പാസിറ്റി നമുക്ക് ബുക്കിൽ വരുന്നത് എന്താ പറയുക 1500 അടുത്തേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇത് 4.5 ടൺ 5 ടൺ വരെ ഈ വണ്ടി വലിച്ചു പോകും. ഇത് വലിയ വണ്ടി തന്നെയാണ്. ടാറ്റ കുറ്റി ഉള്ള വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നിൽക്കണ കടപിടിക്കുന്ന വണ്ടി തന്നെ. അത് ബഡാദോസിനൊക്കെ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, V50 2024. ഇപ്പോൾ ഇതിന്റെ വാറണ്ടിയുടെ അവസ്ഥ എന്താ? ഇതിനിപ്പോൾ നമുക്ക് ഇപ്പോൾ 2 ഇയർ വാറണ്ടി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. പിന്നെ പോരാതെ നമുക്ക് ഈ വണ്ടിക്ക് അഡീഷണൽ നമ്മളെ വക ഒരു 6 മന്ത് അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ എഞ്ചിന് ഫുൾ വാറണ്ടിയിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. ഓക്കെ, 2 ഇയർ കമ്പനി വാറണ്ടി തന്നെ ഉണ്ടല്ലോ? ഓക്കെ, ഒന്നും സംഭവിച്ചില്ലല്ലോ? തട്ട് കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. ഇതിന്റെ ബോഡി ഓപ്പൺ ടൈപ്പ് ആണല്ലേ? ഓപ്പൺ എന്ന് വെച്ചാൽ ഓപ്പൺ ബോഡി വണ്ടിയാണ്. പിന്നെ ബാക്കിലേക്ക് വേലി അങ്ങനത്തെ ഒക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ല കണ്ടീഷൻ പെർഫെക്റ്റ് ആണ് വണ്ടി. ടയേഴ്സ് ഒരു ആവറേജ് ടയേഴ്സ് ആണ്. ഓക്കെ, ഇതിന് എത്ര മൈലേജ് കിട്ടും ലോഡിൽ? ലോഡിംഗ് മൈലേജ് ഒരു 15 വരെ മാക്സിമം. 15 വരെ കിട്ടുന്നുണ്ട് മാക്സിമം ലോഡിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി പേപ്പേഴ്സൊക്കെ എല്ലാം നമ്മുടെ അടുത്ത് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും നമ്മൾ പേപ്പർ ഫിറ്റ് ആയിരിക്കും. പിന്നെ അതുമാതിരി തന്നെ ഈ വാറണ്ടി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാം ആ ഫിറ്റ് നമ്മൾ കൊടുക്കുള്ളൂ. വണ്ടി ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്ക് നാളത്തേക്ക് ഒരു പേപ്പർ വർക്കിന് പോകേണ്ട ആവശ്യം വരില്ല. നമ്മൾ ആ പേപ്പർ എടുക്കുമ്പോൾ ഫിറ്റായിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിനിപ്പോൾ ചോദിക്കുന്നത് 7,75,000 രൂപയാണ് ചോദിക്കുന്നത്. എല്ലാ പേപ്പറും അടക്കം 7,75,000 അല്ല? 7,75,000 2024 വണ്ടിയാണ്. 2 വർഷം അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. ഓപ്പൺ ബോഡിയിൽ ഇതൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ? വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോൺ എത്ര കയറും? ഇത് നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു 7,15,000 ലോൺ കയറും. നോർമലി ഇപ്പം പറഞ്ഞത് 6,75,000 ലക്ഷം രൂപ നോർമലി കയറുന്നുണ്ട്. ഇനി കസ്റ്റമറെ അതായത് നമുക്ക് സിവില് കാര്യങ്ങൾ കസ്റ്റമർ ആണ് ചിലപ്പോൾ ഫുൾ ലോണും കയറി പോകാൻ സാധ്യത ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട് ഇൻട്രാനെ പക്ഷേ V20 ആണ് അല്ലേ? ഓക്കെ, KL 20 രജിസ്ട്രേഷൻ വാഹനമാണ്.
എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2019 മോഡൽ വണ്ടിയാണ്, ഇൻട്രാ V20. ഓക്കെ. പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡലാണ്. AC വരില്ല? ഇല്ല, AC ഇല്ല. AC ഉള്ളതുകൊണ്ട് AC ഇല്ല, അതിൻ്റെ അടുത്ത് ഇപ്പോൾ AC ഇല്ലാത്ത മോഡൽ. AC ഇല്ലാത്ത മോഡൽ പവർ സ്റ്റിയറിംഗ് വരുന്ന വാഹനമാണ്. നേരത്തെ കണ്ടതിൽ AC പവർ സ്റ്റിയറിംഗ് വരുന്നത്. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. ഇത് 80,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. 20 അവരുടെ മോഡൽ 2019. സോറി 80,000 ഓടി. 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഈ പറഞ്ഞോണം തന്നെ നമ്മൾ പറഞ്ഞ മാതിരി ഈ വണ്ടിക്ക് നമ്മൾ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മന്ത് വാറണ്ടി കൊടുക്കുന്നുണ്ട് എഞ്ചിന്. ഇപ്പം നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ടോ അതോ നിങ്ങൾ വാറണ്ടി? നമുക്ക് ഇതിനൊക്കെ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ആണ് മാക്സിമം വാറണ്ടി ഉണ്ടാവുക. 1 ഇയർ 2 ഇയർ ആണ് ഉണ്ടാവുക. ഇതിനിപ്പം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ടാറ്റ ടാറ്റേന്റെ തന്നെ വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ അല്ല? അതെ, വണ്ടി 6 മന്ത് സോറി 6 മാസം അല്ലെങ്കിൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ല? ഓക്കെ. വേറെ ഒന്നുമില്ലല്ലോ? വേറെ ആക്സിഡന്റ് വർക്ക്, റീപ്ലേസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. വണ്ടി എന്താ പറയാ, ഒരു 80% വരെ വണ്ടി ഫിറ്റ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഹൗസിംഗ് വർക്ക് എടുത്തിട്ടുണ്ട്. സർവീസ് ഇപ്പോൾ നേരത്തെ കാണിച്ച വണ്ടിക്കും ഇപ്പൊ കാണിച്ച വണ്ടിക്കും സർവീസ് ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, കമ്പനിയിൽ ചെയ്യും. ചില വണ്ടിക്കൊക്കെ കംപ്ലൈന്റ് പറയുന്നതൊക്കെ ഈ ബോഡിയൊക്കെ ഉണ്ടെങ്കിൽ, ക്ലോസ്ഡ് ബോഡിയൊക്കെ ഉണ്ടെങ്കിൽ കുലുക്കം കൂടുതലാണ്, അങ്ങനെയൊക്കെ കേൾക്കാം. ഇതിപ്പോൾ ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ബോഡിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആളുകൾ ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് എങ്ങനെയാ ഒരു ഇത് കൊടുക്കുന്നത്? ഈ ക്ലോസ്ഡ് ബോഡി വണ്ടി ആയാലും ഓപ്പൺ ബോഡി വണ്ടി ആയാലും എന്തായാലും ഈ വണ്ടിക്ക് ഒരു ഇളക്കം ഉണ്ടാവും. ആ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഗ്രിൽ ബോഡി അഡീഷൻ ചെയ്യുന്ന, ക്ലോസ്ഡ് ബോഡിയാണ് അഡീഷൻ ചെയ്യുന്നത്. എങ്ങനെ ആയാലും ആ വണ്ടീൻ്റെ ജസ്റ്റ് ഞെട്ടും ബോൾട്ടും വെൽഡിങ്ങിന് മുകളാണ് നിർത്തുന്നത്. അതെങ്ങനെ ആയാലും ഈ വണ്ടീൻ്റെ ബോഡിക്ക് ഇളക്കം ഉണ്ടാവും, അത് നിർത്താൻ കഴിയില്ല. അതുണ്ടാവും. അത് ആ ഷേക്കിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി മറിഞ്ഞു പോകാനുള്ള സാധ്യത വരും. ജസ്റ്റ് ഒരു ഷേക്കിംഗ് വരും വണ്ടിക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ 2019 മോഡൽ. ഇതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി, മൈലേജ് ലോഡിങ് നമുക്ക് ഇതിന് ഒരു 2.5-3 വരെ ലോഡിംഗ് ഉണ്ടാവും. 3 വരെ 2.5-3 കയറിപ്പോൾ മൈലേജ് നല്ല മൈലേജായി വണ്ടിക്ക്. ഇതിന് ഏകദേശം ഒരു 18-20 അടുത്ത് മൈലേജ് കിട്ടും. ലോഡ് കിട്ടും. ലോഡിൽ അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. V20 ആണ്, കുറച്ചും കൂടി പവർ കുറഞ്ഞ വണ്ടിയാണ് നേരത്തെ കണ്ടതിനേക്കാളും. അപ്പോൾ എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് ഒരു 4.15 നമ്മൾ ചോദിച്ചിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു ഫൈനലി ഒരു 400 രൂപ റേഞ്ച് ആക്കി കൊടുക്കാം. ഇതിന് നമുക്ക് ഒരു 100% ലോണും പാസ്സാവും. ഓക്കെ. ഫുൾ ലോണിൽ 100% ലോണിൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് ഇതാ ഒരു ഇൻട്രോ V20 കൊണ്ടുപോകാം. 2019 മോഡൽ, നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി. ഫുൾ പേപ്പറും എല്ലാം ഓക്കെ ആയിട്ട് തരുള്ളൂ ഇവർ അല്ലേ? ഓക്കെ. അടുത്ത ടാറ്റ എയ്സ് ആണ്, KL 13 രജിസ്ട്രേഷനിലെ എയ്സിൻ്റെ മെഗാ അല്ലേ? എയ്സ് മെഗാ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ വണ്ടി. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പറഞ്ഞ കിലോമീറ്റർ 80 സംതിങ് ഓടിയിട്ടുള്ളൂ. വണ്ടി എന്താ പറയാ, നമ്മൾ ആകെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,90,000 രൂപ ചോദിക്കുന്നുള്ളൂ. 1,90,000 ഒരു ബൈക്കിൻ്റെ വിലക്ക് നിങ്ങൾക്കൊരു കൊമേഴ്ഷ്യൽ വണ്ടി. അതെ അല്ലേ? 1,90,000 കൊണ്ടുപോകാം. 2017 മോഡൽ, 80 സംതിങ് കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഇതും ഓപ്പൺ ബോഡിയാണ് അല്ലേ? ഇത് ഓപ്പൺ ബോഡി അല്ലേ? ഓപ്പൺ ബോഡി തന്നെ. ഓക്കെ. ലോഡിംഗ് കപ്പാസിറ്റി, അതിൻ്റെ മൈലേജും കൂടെ. ഇത് ലോഡൊക്കെ ഒരു 2 അടുത്ത് 2 വരെ കയറി. ഓക്കെ. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഒരു 18-20 മൈലേജ് ഇതിനും കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. വേറെ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല? ഇല്ല, വർക്കുകളൊന്നുമില്ല. വർക്ക് വേറെ മെയിനായിട്ട് എന്താ പറയുക, എഞ്ചിൻ വർക്ക് അങ്ങനത്തെ സംഭവങ്ങളും വണ്ടിക്കില്ല. ഒരുവിധം നമ്മുടെ വണ്ടികളൊക്കെ തന്നെ ടാറ്റ തന്നെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വണ്ടികളാണ്. ചെക്ക് കഴിഞ്ഞിട്ട് പിന്നെ പോരാത്ത നമ്മൾ ഇതിപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ഒക്കെ വരുന്ന വണ്ടികളാണ്. ഏകദേശം ഒരു 10-200 കിലോമീറ്റർ ഓൾറെഡി ഓടിയിട്ടുണ്ട് വണ്ടി വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ട് നമുക്ക് അപ്പം തന്നെ കാണിക്കാറുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ 17 മോഡൽ വണ്ടിയാണ്. പിന്നെ വേറെ അത്യാവശ്യം ബോഡികളൊക്കെ വൃത്തിയും ഫിറ്റൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഫുൾ ലോൺ കിട്ടോ? ഇതിന് ഏകദേശം ഫുൾ ലോൺ കിട്ടും. 1,00,000 രൂപ കൺഫേം ലോൺ പറഞ്ഞിട്ടുണ്ട്. ഇനി കസ്റ്റമറെ പ്രൊഫൈൽ മാറി ചിലപ്പോൾ അതിന് മോഡും കയറിപ്പോകാൻ സാധ്യത. ഓക്കെ. അപ്പോൾ ഇതിന് നിങ്ങളുടെ വാറണ്ടി കൊടുക്കുന്നുണ്ടോ? 6 മാസം ഇതിന് നമുക്ക് എന്താ വെച്ചാൽ ചെക്കിംഗ് വാറണ്ടി കൊടുക്കണം. എത്ര 1 വീക്ക് കൊടുക്കും? ഒരു 1 വീക്ക് അവർക്ക് യൂസ് ചെയ്യാം. അതിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് വരികയാണ് നമ്മൾ റെഡി ആക്കി കൊടുക്കും. നല്ലൊരു നീറ്റ് ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റിയൊരു വണ്ടിയാണ്. ടാറ്റയുടെ എയ്സ് ഗോൾഡ് KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? ഇത് 2022 മോഡൽ വണ്ടിയാണ്. ഓക്കെ. വണ്ടി വേറെ ആക്സിഡന്റ് വർക്ക്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ ആകെ 10,000 ഓടിയിട്ടുള്ളൂ. 10,000 മാത്രം അല്ലേ? 2022 10-ാം മാസം വരുന്ന വണ്ടിയാണ്. ഒരു ക്ലെയിമും ഒന്നും സംഭവിച്ചില്ല. വെറും 10,000 ഓടിയിട്ടുള്ളൂ. ഈ ഒരു 3 വർഷം ഏകദേശം ആവാനായി അല്ലേ? 10-ാം മാസം വന്നാൽ. ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി ഒക്കെ എത്രയാണ്? ലോഡിംഗ് നമുക്കൊരു 2 അടുത്ത് വരെ പോകും ഈ വണ്ടി. ഓക്കെ. പിന്നെ വണ്ടിക്ക് വേറെ ആക്സിഡന്റ് വർക്ക്, റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. മൈലേജ് എത്ര വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി നമ്മൾ 24 പറയുന്നുണ്ട്. ലോഡിങ്ങിലേക്ക് വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 17-18 അത്രേ വരുന്നുള്ളൂ. ഓക്കെ. ഇനി എന്താ പറയാ, ഇനി വല്ല കയറ്റം ഇറക്കം നമ്മുടെ ഈ സിറ്റി ഡ്രൈവ് ഒക്കെ ആകുമ്പോൾ ഒരു 15 വരെ
എന്തായാലും കിട്ടും ഈ വണ്ടിക്ക്. 15 വരെ കിട്ടുകയും ചെയ്യും അല്ലേ? ഓക്കെ. എന്തായാലും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. അതെ. മാത്രമല്ല എന്തായാലും ഈ ഒരു സെഗ്മെന്റ് വണ്ടി എടുക്കാൻ വരുന്നവർ ഇതിനെപ്പറ്റി നല്ല ബോധവും അറിവുള്ളവർ തന്നെയായിരിക്കും അല്ലേ? അതെ അതെ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുടെ വണ്ടി എടുക്കാണ്ട് വരുന്നത് അവർ ഓൾറെഡി വണ്ടിയിൽ പോയാലായിരിക്കാം, അല്ലെങ്കിൽ ഇതിന് മുന്നേ വണ്ടി ഇതേമാതിരി വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഇതിനെക്കാട്ടി നല്ല അറിവുണ്ട് അറിവുള്ള കസ്റ്റമേഴ്സാണ് വരും. എന്നാൽ കൂടെ ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും ഒരു വണ്ടി എടുക്കുമ്പോൾ? കാര്യമായിട്ട് നോക്കേണ്ടത് ഇതിന്റെ ബോഡി കാര്യങ്ങളാണ്. ഇതിന്റെ ഒരു അറിവിലെ ബോഡി കാര്യങ്ങള്, പിന്നെ അതേപോലെ എഞ്ചിന്, പിന്നെ ഈ സൈഡ് നമ്മൾ നോർമലി യൂസ് കാരണമൊക്കെ നോക്കുന്ന പോലെ തന്നെ അതെ അതേപോലെ നോക്കണം. നമ്മൾ പിന്നെ ഓൾറെഡി ചെക്കിങ് നടത്തുന്നതിനെ കൊണ്ട് നമുക്കൊരു പോകുന്നുള്ള രീതിയിലുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ. അല്ലാത്ത ഓവർ പഴക്കമുള്ള വണ്ടികളായാലും ശരി, അതേമാതിരി തന്നെ കംപ്ലയിൻസിന് വണ്ടി നമ്മളത് സ്റ്റാപ്പായിട്ട് തന്നെ പുറത്തേക്ക് കൊടുത്ത് ഒഴിവാക്കാനാണ് ശരി. എന്തായാലും 1 വീക്ക് വാറണ്ടി ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ കൂടി 1 വീക്ക് ചെക്കിങ് വാറണ്ടി ഉണ്ട്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ഓക്കെ അല്ലെങ്കിൽ തിരിച്ച് എടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിനെ ഇപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിനിപ്പോൾ ചോദിക്കുന്നത് 3 ലക്ഷം രൂപ. 3 ലക്ഷം? അതെ. ഫുൾ ലോൺ കിട്ടും? ഫുൾ ലോൺ കിട്ടും. അടുത്തൊരു ഫുൾ ലോൺ വണ്ടി. അതെ. ഓക്കെ. പിന്നെ അതേമാതിരി നമുക്ക് വാറണ്ടി കൊടുക്കാം. എത്ര വരെ ഉണ്ടാവും ഇത്? നമുക്ക് പറഞ്ഞോടെ തന്നെ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മന്ത് വരെ നമുക്ക് വാറണ്ടി കൊടുക്കും ഈ വണ്ടി. എഞ്ചിന് ഫുൾ വാറണ്ടി. അപ്പോൾ നിങ്ങൾ ഈ 2 വർഷം വാറണ്ടി കൊടുക്കുന്ന ഏത് മോഡൽ വരെയൊക്കെയാണ്? 2 വർഷം വരെ 2 വർഷം വാറണ്ടി. ആ മറ്റേ വണ്ടി പുതിയ വണ്ടിയാണ് പറഞ്ഞത്, അത് അണ്ടർ വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. കമ്പനി വാറണ്ടി വന്ന വണ്ടിയാണ്. ഇതിപ്പം ഈ 2022 വാറണ്ടി കഴിയുണ്ടോ? നമ്മൾ ടാറ്റേന്റെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. പുതിയ വണ്ടിക്ക് 2 വർഷം വാറണ്ടി ഉണ്ടാവും. ഇതിപ്പോ വാറണ്ടി കഴിഞ്ഞെടുക്കുന്ന വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ സർവീസ് കാര്യങ്ങൾ ചെയ്ത് ഇതിപ്പോൾ പുതിയ സർവീസും ചെയ്ത് നമ്മൾ ടാറ്റ ഓക്കെ എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ ഈ വണ്ടിക്ക് 6 മാസം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ എഞ്ചിൻ നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അത് ഏതൊരു കസ്റ്റമർക്കും ഒരു നല്ലൊരു ഗുണം തന്നെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികൾ എങ്ങനെയൊക്കെ ഏറെ ഉപയോഗിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. ലോഡ് എന്താ കേട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ വാറണ്ടി ഉണ്ടെങ്കിൽ ഇതാണ് എഞ്ചിന്. ഇതിപ്പോൾ എഞ്ചിൻ പരമായിട്ട് എന്ത് കംപ്ലയിൻറ്റ് വരുന്നതാണ് നമ്മുടെ ടാറ്റയുടെ ഷോറൂമിൽ വണ്ടി കൊണ്ടുവരിക, അവിടെ നമ്മൾ എഞ്ചിൻ ഫുള്ള് വർക്ക് എടുത്ത് കൊടുക്കാൻ. കംപ്ലയിൻസ് ആണ് നമ്മൾ എടുത്ത് കൊടുക്കും. എഞ്ചിൻ എന്ത് വന്നാലും എന്ത് വർക്ക് വന്നാലും എടുത്ത് വരുന്നതാണ്, എടുത്ത് ക്ലിയർ ചെയ്ത്. നമുക്ക് ഈ തേയ്മാനം വരുന്ന പാർട്സിന് പിന്നെ വാറണ്ടി ഇല്ല. അതായത് ക്ലച്ച്, ബ്രേക്ക് പാഡ്, അങ്ങനെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഗിയർ ബോക്സ്, അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലിവർ ലോഡ് എങ്ങനെയാണ് കേട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഏതൊരു കസ്റ്റമറായി നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ലല്ലോ ഒരു ലോഡ് തന്നെ എങ്ങനെയാണ് കേട്ടത്. അവർ ചിലപ്പോൾ 1 ആണോ കേട്ടത്, 3 ആണോ കേട്ടത്, 4 അല്ല വരുന്നവർക്ക് അത് ഓടിച്ച് നോക്കിയാൽ തന്നെ ഏകദേശം അറിയാൻ പറ്റും. അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വാഹനം ടാറ്റ തന്നെയാണ്. ടാറ്റയുടെ ഇൻട്രാ V30. അത്യാവശ്യം നല്ല രീതിയിൽ മൂവിംഗ് ഉള്ളൊരു സെഗ്മെന്റ് ആണ് അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ടാറ്റയിൽ പോകുന്ന ഒരു വണ്ടിയാണ് ഇൻട്രാ V30. ഓക്കെ. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് മോഡലൊക്കെ? ഇത് 2021 മോഡൽ AC വണ്ടിയാണ്. AC വർക്കിംഗ് അല്ലേ? എല്ലാം ഓക്കെ. AC വർക്കിംഗ്. AC വർക്കിംഗ് ഇല്ലാത്ത വണ്ടികൾ ഒരിക്കലും AC പറയാൻ നിൽക്കില്ല. ഓക്കെ. 21 മോഡൽ. അതെ. ഓട്ടം കിലോമീറ്റർ ആകെ 52,000 ഓടിയിട്ടുള്ളൂ. 52,000 അല്ലേ? ഓക്കെ. ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി ഇത് നമുക്ക് ഒരു 3-3.5 ലോഡിങ് സുഖമായിട്ട് എടുത്ത് പോകുന്ന വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് വർക്ക് അങ്ങനത്തെ റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നുമില്ല. വണ്ടി നല്ല രീതിയിൽ ഉപയോഗിച്ചൊരു വണ്ടിയാണ്. പിന്നെ കിലോമീറ്റർ ആകെ 52 ഓടിയിട്ടുള്ളൂ. ലോഡിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഇത് നല്ല മൈലേജ്. ഇതിന് എടുത്ത എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് നല്ല റിവ്യൂ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 20 അടുത്ത് വരെ അവർക്ക് മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. 20 അടുത്ത് വരെ കിട്ടുന്നുണ്ട്. ഓക്കെ. 3 ടൺ വലിക്കുന്നുണ്ട്. 20 അടുത്ത് മൈലേജ് കിട്ടും. ഓക്കെ. ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല. ഇതിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഒരു ആക്സിഡന്റ് അല്ല, എന്തോ ഇതിന് അടിച്ചു പോയതാണ്. എന്താ പറയാ, മേജർ ആക്സിഡന്റ് വർക്കൊന്നും അല്ല. പറഞ്ഞു നമുക്ക് പറയുമ്പോൾ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. ബാക്കി എത്രയാ ചോദിക്കുന്നത്? ഇത് 5,60 നമ്മൾ ചോദിച്ചിട്ടുള്ളൂ ഈ വണ്ടിക്ക്. 5,65,000 ഫൈനലാണോ റേറ്റ്? റേറ്റ് നമുക്ക് എന്തെങ്കിലും നെഗോഷിയേറ്റ് കൊടുക്കാം. ഓക്കെ. വാറണ്ടി നമുക്ക് ഇത് പറഞ്ഞോളം തന്നെ ഇതിന് 6 മന്ത് അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ നമുക്ക് ഈ വാറണ്ടി ചെയ്യാൻ പറ്റും. ഓക്കെ. V30 ആണ്. 2021 മോഡൽ. ഓക്കെ. അപ്പോൾ നല്ല ലോഡിൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി നോക്കി ഇറക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതിൻ്റെയൊക്കെ പേപ്പറൊക്കെ എടുക്കണമെങ്കിൽ എത്ര കോസ്റ്റ് വരുന്നുണ്ട്? ഇതിന്റെ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് ടാക്സ് ഒരു റിന്യൂവൽ വർക്ക് എടുക്കുമ്പോൾ പെയിന്റിംഗ് വർക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ് നിൽക്കും. പേപ്പർ വർക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ടാക്സ്, ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ഒരു 20 രൂപ 25 രൂപ എല്ലാം കൂടി ടോട്ടലി നമ്മൾ കാണേണ്ടി വരും. എങ്ങനെയാണ് ഇൻഷുറൻസ് നോർമൽ എത്ര വരും? നോർമൽ ഒരു 15 ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെയാണ് ഒരു 15 രൂപ അടുത്ത് ഏകദേശം ഇൻഷുറൻസിന് വരും. പിന്നെ ഒരു 3,000-4,000 രൂപ ടാക്സ് അടയ്ക്കാനുണ്ടോ. പിന്നെ ടാമേജ് ഡെയിലി കറക്റ്റായിട്ട് അടയ്ക്കുന്ന ഒരു കസ്റ്റമർ ആണ് ഉണ്ടെങ്കിൽ ടാമേജ് അടയ്ക്കേണ്ട ആവശ്യം വരില്ല. അത് ഒന്നായിട്ട് കൂട്ടി അടയ്ക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതും കൂടി കൂട്ടണ ഒരു 10,000-3,000 രൂപ അതും വരും. അപ്പോൾ ഒരു 21 രൂപ എല്ലാ ചാർജസ് ആയിട്ട് പേപ്പർ വർക്കിന് വരുന്നതാണ്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഇൻഷുറൻസ് ഇതിന് പുതിയ വണ്ടി ഇൻഷുറൻസ് എടുത്താണ്. പിന്നെ പേപ്പറൊക്കെ വരാനാവുന്നുള്ളൂ. ടാക്സ് പിന്നെ 5 year ടാക്സ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റും. 5,65,000 ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് ഇതിലൊരു 100% ലോൺ കിട്ടും. ഫുൾ ലോൺ. ടാറ്റ മാത്രമല്ല, ഇവിടെ വേറെ മോഡലുണ്ട്. അതാണ് മാരുതി സുസുക്കിയുടെ സൂപ്പർ കാരിയാണ് അടുത്ത വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2020 മോഡൽ വണ്ടിയാണ്. ഓക്കെ.
പിന്നെ നല്ല വണ്ടിയാണ്. നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ കുറെ ക്ലോസ്ഡ് ബോഡി വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കമ്പനിയുടെ വണ്ടിയാണ് നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അവരെ തന്നെ വണ്ടിയാണ്, വേറെ ആക്ഷൻ വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. കിലോമീറ്റർ 70 സംതിങ് ഓടിയിട്ടുള്ളൂ. ജസ്റ്റ് ക്ലോസ്ഡ് ബോഡി, ഫ്രീസർ വണ്ടി നമ്മൾ ഫ്രീസർ പറയും, അഡീഷണൽ പറയും, ഫ്രീസറിലെ വണ്ടിയാണ് തന്നെ. ഇത് 70 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ് വണ്ടി. ഏതായിരുന്നു മോഡൽ? 2020 മോഡൽ. 20 ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി തന്നെയാണ്. പിന്നെ ഇതിപ്പം ബ്രേക്ക് CF പേപ്പർ എടുക്കാനുള്ളതാണ്. നമ്മൾ പുതിയ പെയിന്റ്, പുതിയ പേപ്പർ വർക്ക് മൊത്തം എടുത്തിട്ട് നമ്മൾ ഈ വണ്ടി കൊടുക്കുള്ളൂ. ഫുള്ള് വർക്ക് എടുത്തതിന് ശേഷം പെയിന്റിങ് മാത്രം ചെയ്യാനുണ്ട്. പെയിന്റിംഗ് വർക്ക് മാത്രം ജസ്റ്റ് ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് നമ്മൾ പുതിയ CF എടുത്ത് വണ്ടി ഒരു കൊല്ലത്തേക്കുള്ള CF എടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുക. ഓക്കെ, എല്ലാം എടുത്തിട്ട് 2020 സൂപ്പർ ക്യാരി എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമ്മൾ 3 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. ക്ലോസ് ബോഡി 20 ഓട്ടോ എത്ര? 70 സംതിങ് 75 എടുത്തിട്ട് ഓടിയിട്ടുണ്ട്. സൂപ്പർ ക്യാരിയാണ് 2020. ലോൺ എത്ര കയറുമല്ലേ? ഇതിന് നമുക്ക് ഒരു 100% ലോണ് 100% കിട്ടും. 100% ലോൺ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഇത് പിന്നെ സൂപ്പർ ക്യാരി തന്നെയാണ്. KL58 തലശ്ശേരി വണ്ടി അല്ലേ? അതെ. ഇതെങ്ങനെയാ? ഇത് 2021 മോഡൽ വണ്ടി. 21. ഓക്കെ. വണ്ടി കിലോമീറ്റർ ഓടി 50,000 കിലോമീറ്റർ ഓടിയത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി തന്നെയാണ്. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് അങ്ങനത്തെ വരുന്നുണ്ടോ? ഇല്ല, ഇതിന് നോർമൽ സ്റ്റിയറിംഗ് വണ്ടിക്ക് വരും. എന്താ പറയാ, നമുക്ക് ഒരു ഭയങ്കര സ്മൂത്ത് ആയ സ്റ്റിയറിംഗ് ഉണ്ടാവാറ്. AC ഇല്ലല്ലോ? AC ഇല്ല, വരുന്നില്ല. കമ്പനി വരുന്നില്ല. ഓക്കെ. 21 മോഡൽ. അതെ. വേറെ ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം വർക്ക്. ഇത് നല്ല വണ്ടിയാണ്. ഇത് ഒരു കസ്റ്റമർ തന്നെ സിംഗിൾ യൂസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ്. നീറ്റാണല്ലേ? ഓപ്പൺ ബോഡിയാണ്. ഓപ്പൺ ബോഡി വണ്ടി വരുന്നത്. ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിച്ചത് 3 ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളൂ. 3 ലക്ഷം. ഓക്കെ. ഇതിന് നമുക്ക് ലോണി പറഞ്ഞോണ്ട് തന്നെ ഏകദേശം ഒരു ഫുൾ ലോണ് ആക്കി കൊടുക്കാം. ഫുൾ ലോണ് 3 ലക്ഷത്തിന് ഫുൾ ലോണ്. 2021 സൂപ്പർ ക്യാരി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു ക്ലെയിമും ഒന്നുമില്ലാത്ത വാഹനം അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ഇതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി അതേപോലെ തന്നെ മൈലേജ്, ലോഡുള്ള മൈലേജ്. ഇതിലെ ലോഡിങ്ങിൽ മൈലേജ് നമുക്ക് കിട്ടിയ മാക്സിമം ഒരു നേരത്തെ ഏസൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഒരു 15-18 അടുത്താണ് എത്ര വലിക്കും മൈലേജ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലോഡ് വലിക്കുന്ന വണ്ടിയാണ്. ഒരു 2 അടുത്തൊക്കെ നല്ല സുഖമായിട്ട് വലിച്ചു പോകും ഈ വണ്ടി. ഓക്കെ. പെർമിറ്റ് ഉള്ള ഓടത്തില്ല ശരിക്കും? ഏകദേശം 1000 അടുത്താണ് വരുന്നത്. അടുത്ത വണ്ടിയിലൂടെ വേറൊരു ബ്രാൻഡ് വന്നു, മഹീന്ദ്രയുടെ ജീറ്റോ KL36 വണ്ടി. ജീറ്റോയിലെ പാസഞ്ചറും ഉണ്ട്, ഇതുകൊണ്ടല്ല? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ വണ്ടിയാണ്. വേറെ നല്ല വണ്ടി തന്നെയാണ്. വേറെ കാര്യപ്പെട്ട ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ. ഇതിന്റെ ബ്രേക്ക് ഇപ്പം നമ്മൾ പുതിയ ബ്രേക്ക് എടുത്ത് കൊടുക്കും. പുതിയ പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. പുതിയ ബ്രേക്ക് എടുത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 2,40,000 രൂപ ചോദിക്കുന്നുള്ളൂ. 17 വണ്ടി. 17 വണ്ടി. 240. ഓട്ടോ എത്രയത്? കിലോമീറ്റർ ഓടിയത് 1,05,000 കിലോമീറ്റർ ഓടിയത്. ഇതിന്റെ ലോഡ് മൈലേജ് ഇതിന് ഒരു 20ന്റെ മുകളിൽ മൈലേജാണ്. ഇത് യൂസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മോട് പറഞ്ഞാൽ അവർക്ക് 24-25 കിട്ടുന്നതാണ് നമ്മോട് പറയുന്നത് മൈലേജ്. എത്ര വലിക്കും? വലിയ ഇതേമാതിരി 1.5. ഇവരൊക്കെ ഏകദേശം ഈ സൂപ്പർ ക്യാരി, പിന്നെ എയ്സ് ഗോൾഡ്, ഈ ജീറ്റോ, ഇവരൊക്കെ ഏകദേശം ഒരേ കുടുംബക്കാരാണ്. എല്ലാവരും ഒരേമാതിരി പോലെ ആൾക്കാരാണ്. കൂട്ടത്തിൽ കാണുമ്പോൾ ഏറ്റവും ചെറുത് തോന്നും, പക്ഷേ കുറച്ചുകൂടി പമ്പി നിൽക്കുന്ന വണ്ടിയാണ്. മറ്റേ വണ്ടി കുറച്ച് ഹൈറ്റ് ആണ്, ഇതൊരു പമ്പി നിൽക്കുന്ന ടൈപ്പ് വണ്ടിയാണ്. ഓക്കെ. അത്യാവശ്യം മൈലേജ് ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കൂട്ടത്തിൽ ഏറ്റവും മൈലേജ് കിട്ടുന്ന വിലയാണ്. ഓക്കെ. ലോണൊക്കെ ഒരു 1.5-1.25 വരെ മാക്സിമം ലോൺ പാസ്സാവും. കിട്ടുമല്ലോ? കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും ഒരു ഏസ് ഗോൾഡ് KL16 രജിസ്ട്രേഷൻ ആറ്റിങ്ങൽ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ വണ്ടിയാണ്. ഹൈടെക് ബോഡിയാണ് വരുന്ന വണ്ടി. ഹൈടെക് ബോഡി. കിലോമീറ്റർ ആകെ 50 ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ വണ്ടി നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസം വരെ എഞ്ചിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ വണ്ടി പറഞ്ഞ തന്നെ നമ്മൾ പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കുക. പുതിയ CF പേപ്പർ എടുത്തിട്ട് വണ്ടി നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ 2.80 ചോദിക്കുന്നുള്ളൂ. ലോണും ഏകദേശം ഫുള്ള് ലോൺ തന്നെ. ഫുൾ ലോൺ കയറും. വേറെ ബോഡി എല്ലാം നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാൻ വന്നിട്ട് വണ്ടി എല്ലാ വണ്ടി കണ്ടീഷൻസ് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം അധികം കസ്റ്റമേഴ്സ് നമുക്ക് ഈ ലോങ് നിന്നാണ് വരുന്നത്. അവിടുന്ന് അവർ വിളിക്കുമ്പോൾ നമ്മൾ ആ വണ്ടിന്റെ കണ്ടീഷൻ കാര്യങ്ങളും പിന്നെ ഈ വാറണ്ടി കൊടുക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് സമാധാനമാണല്ലോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിന് വാറണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ആദ്യം അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വണ്ടി എടുത്ത് പോയാൽ കാണാം ആ വണ്ടി ചിലപ്പോൾ ഒരു 1000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും എഞ്ചിൻ കംപ്ലൈൻ്റ് ആയി. പിന്നെ കസ്റ്റമേഴ്സ് എന്താവണം വർക്ക്ഷോപ്പ് കൊണ്ടുപോയി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു വാറണ്ടി ഉള്ളതിനെ കൊണ്ട് എന്താ പറയുക ഒരിക്കലും കസ്റ്റമേഴ്സ് നമ്മളെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു എന്തായാലും ഇതിന് വരുന്ന പണികൾ എന്തായാലും നമ്മൾ കമ്പനി എടുത്ത് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വാറണ്ടിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് പുതിയ സർവീസും ചെയ്താൽ വണ്ടി കൊടുക്കുന്നത്. ഏത് നമ്മൾ വാറണ്ടി കൊടുക്കാൻ മുന്നേ നമ്മൾ സർവീസ് ചെയ്ത് കമ്പനി സർവീസ് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് വണ്ടി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് ആ രീതിയിലുള്ള പേടികളൊന്നും വേണ്ട ആവശ്യം വരുന്നില്ല.
പൂരത്തിന് കൊമ്പനാനെ നിർത്തിയ കണക്കൊരു സാധനമാണോ? അതെ V50 ആണ്. മൊത്തത്തിൽ ഇതാ പെയിന്റ് വർക്ക് കുറേ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊരു വലിയൊരു കലാകാരൻ. അതെ, ആളാണ്. ടാറ്റ ഇൻട്രാ V50 തന്നെ. KL 19 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 വണ്ടിയാണ്. ഷോറൂം കണ്ടീഷൻ വണ്ടി. നീറ്റ് ആണല്ലേ? നീറ്റ് വണ്ടിയാണ്. ഷോറൂം കണ്ടീഷൻ തന്നെ. ഓക്കെ. നോൺ AC ആണ് വരുന്നത് വണ്ടി. നോൺ AC വരുന്നത്. പിന്നെ ഈ വണ്ടി വരുന്നത് സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് തന്നെയാ? പവർ സ്റ്റിയറിംഗ് വരുന്നത്. അതായത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടിക്കൊക്കെ വരിക. നമ്മൾ നേരത്തെ കണ്ട വണ്ടിക്ക് ആ V30 ആണെങ്കിലും V20 ആണെങ്കിലും ഒക്കെ V10 വരുന്നത് ഇലക്ട്രിക്കലാണ്. ഇത് അത്യാവശ്യം ലോഡിങ് കയറുന്നതിനെ കൊണ്ട് ഇതിന് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കമ്പനി. അതായത് ലോഡ് കയറുമ്പോൾ സ്റ്റിയറിംഗ് കറക്റ്റായി നമുക്ക് പിടുത്തം കിട്ടാനും ഒഴിഞ്ഞു പോകാണ്ടിരിക്കാനും പിന്നെ സ്റ്റിയറിംഗ് കംപ്ലൈൻസ് കുറയാനും വേണ്ടിയിട്ടാണ് ഈ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് കൊടുക്കുന്നത്. ബാക്കി പിന്നെ 23 മോഡൽ വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഈ വണ്ടിക്ക് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസം വരെ എഞ്ചിൻ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അല്ല, ഇതിനിപ്പോൾ 23 ആകുമ്പോൾ വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി ഇപ്പം കഴിയാനായിട്ടുണ്ട്. 9 മാസം വരെ ഉണ്ട് അല്ലേ? അതെ. എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നമ്മള് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ. പിന്നെ ടാറ്റ ഓക്കേന്റെ വാറണ്ടി നമ്മളിപ്പം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ 6 മാസം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ ആ വാറണ്ടി വേണം നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സൗകര്യമുണ്ട്. അത് അഡീഷണൽ പൈസ അടച്ചാൽ നമുക്ക് അത് വീണ്ടും ചെയ്ത് കൊടുക്കും. കറക്റ്റ് പ്രോപ്പർലി കമ്പനി സർവീസും ഒക്കെ പോകുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് പോട്ടെ എത്രയുണ്ട്? ഇത് കിലോമീറ്റർ ആകെ 14,000 ഓടിയിട്ടുള്ളൂ. 14,000 മാത്രമേ. 2023 V50 AC ഇല്ലാത്ത വാഹനമാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്ന 7,000 രൂപ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും റേറ്റ് നെഗോഷിയേറ്റ് കൊടുക്കാം. ഇതിന്റെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു 100% അടുത്ത് വരെ ലോൺ ഗ്യാരണ്ടി ആണ്. 6.25 ലോണ് പറഞ്ഞിട്ടുണ്ട് കമ്പനി. ഇനി അതിന്റെ മുകളിലോട്ട് കയറോ ഇല്ലേ നമ്മൾ കസ്റ്റമർ പ്രൊഫൈൽ മാതിരിയാണ് ഇതിലുണ്ടാവുക. അതായത് കുറച്ച് വില കൂടിയ വണ്ടി, കുറച്ച് വലിയ വണ്ടിയൊക്കെ ആകുമ്പോൾ കസ്റ്റമർ പ്രൊഫൈൽ കൂടെ ഒന്ന് ജസ്റ്റ് നോക്കും. വലിയ എല്ലാ ട്രാക്കൊക്കെ ഉള്ള കറക്റ്റായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 100% ലോണ് കൊടുക്കാം. അടുത്ത വാഹനം ഒരു ചെറിയ സെഗ്മെന്റ് ആണ്. ബഡ്ജറ്റ് വണ്ടിയാണ്. സൂപ്പറൈസ് ആണ്. ടാറ്റയുടെ സൂപ്പറൈസ്. എങ്ങനെയാ? മിന്റില്ല. ഇത് 2016 മോഡൽ വണ്ടിയാണ്. 16-17 വണ്ടിയാണ്. പിന്നെ ഇത് നല്ലൊരു വണ്ടിയാണ്. അത് അത്യാവശ്യം ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും ലേശം വലുപ്പമൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. നല്ല രീതിയിൽ ലോഡൊക്കെ പോകുന്ന വണ്ടിയാണ്. എത്ര വരെ? ഇത് നമ്മൾ ചോദിക്കുന്നത് 2 ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ റേറ്റ് എന്തെങ്കിലും നമ്മൾ ഇനി കുറച്ച് കൊടുക്കുന്നതായിരിക്കും. 16 മോഡൽ 17 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ലോഡ് എത്ര വരെ വലിക്കും? എത്ര ലോഡൊക്കെ 2 ടണ്ണൊക്കെ സുഖമായിട്ട് കയറും. എത്ര മൈലേജ് കിട്ടും? ഇതിന് ഒരു 18-20 മൈലേജ് കിട്ടും. ഓക്കെ. ഇത് വാറണ്ടി ഉണ്ടോ ഇതിന്? ഇത് നമ്മൾ ഇതിലേക്ക് വാറണ്ടി ഇല്ല. ഇത് നമ്മൾ ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. ചെക്കിംഗ് വാറണ്ടി മാത്രം. ആ ഒരു കൊല്ലത്തിന്റെ പഴക്കം കൊണ്ടാണ്. എന്തായാലും എല്ലാ വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇൻസ്പെക്ഷൻ എല്ലാ വണ്ടിക്കും പ്രോപ്പർലി നടക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം നമ്മൾ നമുക്ക് വാറണ്ടി പറയുന്നത് ടാറ്റയ്ക്ക് കൊടുക്കുന്നത് 18ന്റെ മുകളിലോട്ടുള്ള വണ്ടികൾക്ക് നമ്മൾ കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. ശരി, ഓക്കെ. അതാണ് ഇപ്പോൾ നമുക്കുള്ള കാര്യം. ഇതിപ്പോൾ കഴിഞ്ഞ നമ്മൾ 17 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 18 മുകളിലോട്ട് വണ്ടിയാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന ചെക്കിംഗ് വാറണ്ടി ഉണ്ടല്ലോ, അതിന് തന്നെ കുറേ കസ്റ്റമേഴ്സിന് ഒരുവിധം സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഇവിടെ ഈ ഷോറൂമുള്ളതിൽ ഏറ്റവും ചെറിയ വണ്ടി. ടാറ്റ എയ്സ് സിപ്പാണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 മോഡൽ വണ്ടിയാണ്. നമ്മളൊരു ആഴ്ച മുന്നേ പുതിയ ഫുൾ CF പേപ്പറൊക്കെ എടുത്ത് വെച്ച വണ്ടി. അത് ശരി. പെയിന്റ് വർക്കും എല്ലാം കഴിഞ്ഞു. പുതിയ CF എടുത്ത് വെച്ചിട്ടുണ്ട്. വണ്ടി കസ്റ്റമർ നേരെ വണ്ടി സ്റ്റാർട്ടാക്കുക, ഉപയോഗിക്കാൻ പോവാം. അത്രയുള്ള പരിപാടി, വേറെ ഒന്നുമില്ല. ഓക്കെ. വണ്ടി വേറെ മേജർ ആക്സിഡന്റ് വർക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ വർക്കിംഗ് എല്ലാം ഉള്ള നല്ലൊരു വണ്ടി തന്നെയാണ്. ഇത് നമുക്ക് എക്സ്ചേഞ്ച് വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ചെന്നുള്ളൂ. പിന്നെ കിലോമീറ്റർ ഓടിയത് 1,05,000 അങ്ങനെയാണ് ഓടിയത് നമ്മൾ. വണ്ടിക്ക് വേറെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? ഇതിന് 20ന്റെ മുകളിൽ മൈലേജാണ്. ഇതിന് മൈലേജ് 20-25 ഒക്കെ പറയുന്നത്. ചിലപ്പോൾ 30 കിട്ടുന്ന ആൾക്കാണ്ടാവും തോന്നുന്നു. ലോഡ് എത്ര വരെ പോകും? 1 ടൺ 1.5 ടണ്ണൊക്കെ ലോഡ്. 1.5 ടൺ വരെ ലോഡും പോകുന്നുണ്ട്. ഓക്കെ. വേറെ AC ഇല്ല, പവർ സ്റ്റിയറിംഗിന് അങ്ങനത്തെ ഒന്നുമില്ല. നോർമൽ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി തന്നെയാണ്. വണ്ടി നല്ലൊരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഏത് ഇടവഴി കൂടെ ഏത് ചെറിയ റൂട്ട് കൂടെ ഒക്കെ പോകുന്ന ആ ടൈപ്പ് ഉള്ള വണ്ടി. അത് ആ സൈസേ ഉള്ളൂ അല്ലേ? അതെ. ഇത് നല്ലൊരു എൻക്വയറി വരുന്ന വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ വണ്ടിക്ക് എൻക്വയറി ഉണ്ട്. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ? ഇത് നമ്മൾ 90 രൂപ ചോദിച്ചിട്ടുള്ളൂ. 90,000 ഫുൾ പേപ്പർ എടുത്ത വാഹനമാണ്. 90,000 രൂപയ്ക്ക് 2012 മോഡൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിപ്പാണ്, ടാറ്റ എയ്സ് സിപ്പ്. ഓക്കെ. വേറെ ക്ലെയിമും കാര്യം ഒന്നുമില്ല. ക്ലെയിം നമ്മൾ കണ്ടതിന് വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. പിന്നെ ലോൺ കിട്ടുമോ ഇതിൽ? ലോണിൻ്റെത് നമുക്ക് അന്വേഷിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 വണ്ടിക്ക് ലോൺ ചെയ്യാറുണ്ട്. ഇതിന് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 30 രൂപ 40 രൂപയൊക്കെ ലോൺ ചിലപ്പം കയറാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും നോക്കി നോക്കാം. ബാക്കി നമ്മൾ തൽക്കാലം ഏതായാലും പൈൻഡപ്പ് ചെയ്യാണ്.
ഇത് മാത്രമല്ല ഇവരുടെ അടുത്ത് വേറെ വണ്ടികളുണ്ട്. മഞ്ചേരി ഷോറൂമിൽ, കണ്ണൂർ ഷോറൂമിലൊക്കെ ആയിട്ട് വണ്ടികളുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ച സ്റ്റോക്ക് മാത്രമല്ല, നിങ്ങൾ ആ ഭാഗത്തുള്ളവരുണ്ടെങ്കിലും അറേഞ്ച് ആക്കി കൊടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ. വണ്ടി നമ്മുടെ സെക്കൻഡ്സിന്റെ മൊത്തം മെയിൻ ഹബ്ബ് കാലിക്കറ്റ് ആണ്. അതായത് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എടുത്തായാലും ബസ് സ്റ്റാൻഡ് ആയാലും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൊണ്ട് നമ്മൾ കോഴിക്കോട് മെയിൻ ഹബ്ബ് ആയിരിക്കുന്നത്. അവിടെ സെക്കൻഡ്സ് ഉണ്ടാവും. അവിടെ നമുക്ക് കണ്ണൂര്, കാസർഗോഡ്, പിന്നെ മഞ്ചേരി, പിന്നെ ഇവിടെ കൊടുവള്ളി, ഈ 4 സ്ഥലത്ത് നമുക്ക് ഷോറൂം ഉണ്ട് ടാറ്റന്റെ. ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടികൾ സർവീസ്, ഞാൻ പറഞ്ഞ വാറണ്ടി ഏത് ഷോറൂമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറ്റി ചെയ്യാൻ പറ്റും. ശരി, ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഏത് വണ്ടി വേണമെങ്കിലും ഇവിടെ ലഭ്യമാണ്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇനി ഇങ്ങനത്തെ വണ്ടികൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം. വണ്ടികൾക്ക് മാത്രമല്ല അതിനെ പറ്റിയുള്ള സംശയങ്ങൾക്കൊക്കെ തന്നെ സംശയം വിളിക്കാം. നമ്മളോട് പറയാൻ പറ്റിയ കാരണമാണ് മൊത്തം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ശരിക്കും എന്നോട് സംശയം ചോദിക്കാറില്ല. ഈ വണ്ടിനെ കുറിച്ച് അധികം കസ്റ്റമേഴ്സാണ് എന്നോട് ഈ വണ്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരാറ്. അത് എനിക്ക് നല്ലൊരു അറിവ് തന്നെ കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സും കൂടി കാര്യം പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് അറിഞ്ഞു വെക്കാറോ. നമ്മൾ അധികം അങ്ങനത്തെയാണ് ചെയ്യാറ്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത കസ്റ്റമർ പറഞ്ഞു കൊടുക്കാറ്. അങ്ങനെ തന്നെയാണ്. അതെ, എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ വരുന്ന ആൾക്കാരല്ലേ, അറിയണല്ലോ. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, ബൈ.